ചില്ലറക്കൊന്നും അല്ലമ്മ. അടുത്തത് വെക്കി. എന്താ ഇവിടെ വെക്കി നോക്കട്ടെ. നല്ല ഭ്രാന്ത്. ആ മീൻ കൊണ്ട് തൊട്ടോ കൊണ്ട് പിടിക്കണ്ടായിരുന്നു. ആ മീൻ ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ നേരെയാക്കാൻ പറഞ്ഞ് നിൽക്കേണ്ടവര്. നിമ്മിയേ മീൻ നേരെയാക്കുന്ന കാണണ്ടേ? വാ. എന്താ കത്തി പുതിയ കത്തി വാങ്ങിച്ചപ്പോ അല്ലേ? എന്ത് വില അത്? ഇത്രയേ ഉള്ളൂ? 100 അത് നോക്കി കിട്ടില്ല. വീതി കൂടിയതാണ്. എനിക്ക് ഇത് ബോൺലെസ് ആണ് അല്ലേ? ചില്ലി ആക്കിയാലോ? അത് ചില്ലി ആക്കാം അല്ലേ? കുറച്ചും കൂടി ചെറുതാക്ക്. ചില്ലി വിട്ട് ചില്ലിക്ക് വിട്ട് മനസ്സിലായില്ല. ചെറിയ ചെറിയ കഷ്ണമാക്കുക. ചില്ലിക്ക് വിട്ട് എന്നിട്ട് ചില്ലി ആക്കാതെ. നമ്മൾ ചില്ലി വരക്കുന്ന പോലെ എടുക്കുക. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ശരിക്കും ചില്ലി കുറച്ചും കൂടി ചെറുതാക്കണം ചില്ലിക്ക്. ചൂട് തട്ടിയ മീൻ വേണം. എന്താണ് അത് കറി വെക്കാം. തല നടുക്ക് പൊളിച്ചിട്ട് എന്നിട്ട് വേളയൊക്കെ കളഞ്ഞാൽ മതി. ഹലോ, അപ്പോൾ നമ്മൾ ഉള്ളിയും ഉലുവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഉലുവ നന്നായി മൂത്തതിന് ശേഷം ചെറിയുള്ളി മൂപ്പിച്ചത്. അതിന് ശേഷം പച്ചപ്പ് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചപ്പ് പോകാനായിട്ട് ഒന്ന് നന്നായിട്ടിട്ട് വതക്കിയെടുക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ കുടംപുളി സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കിടന്നോട്ടെ പറഞ്ഞതിലിട്ടു കേട്ടോ. പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി അതിൽ ലേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ മീൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വതക്കി അതിന് പച്ചപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് ഇടുമ്പോൾ കാണിച്ചില്ല. അപ്പോൾ നന്നായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഗ്രേവി റെഡിയായി. ഗ്രേവി ഒരു തിക്കായിട്ട് വന്നു കേട്ടോ. അതെല്ലാം കൂടെ നന്നായി വെന്തപ്പോൾ ഗ്രേവി തിക്കായി. അല്ലെങ്കിൽ മീൻ അതിനോടൊപ്പം ഇടുന്ന ആൾക്കാരുണ്ട്. അതിനോടൊപ്പം ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങനെ വെന്ത് മലയ്ക്കും. നേരെ നമുക്ക് എടുത്ത് കഴിക്കാനൊന്നും കിട്ടില്ല. സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീനൊക്കെ ഉടഞ്ഞു പോകും. ഇത് ഇങ്ങനെ ആകുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോവില്ല. നന്നായി വേവുകയും ചെയ്യും. ആവശ്യത്തിന് നന്നായി എടുത്ത് കഴിക്കാനും പറ്റും. അതിനാണ് ഇങ്ങനെ ഗ്രേവി വയ്ക്കുന്നത്. ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വയ്ക്കുക നേരത്തെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ വീട്ടിലും അങ്ങനെ തന്നെ. പണ്ടൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി കലക്കിയും കൊണ്ട് ഒഴിച്ചുകൊണ്ട് താളിപ്പിട്ടുകൊണ്ട് തിളച്ചതിന് ശേഷം കുറച്ച് നേരം തിളച്ച് വെന്തതിന് ശേഷം മീനൊക്കെ ചത്ത് മത്സ്യ പോലെ ആവും. എന്നിട്ട് അതിൽ തേങ്ങ ഒഴിച്ചിട്ട് കറി വയ്ക്കും പണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കറി വയ്ക്കുന്നത്. മീനൊക്കെ എടുത്ത് കഴിക്കാൻ കിട്ടുന്ന പോലെ ഇങ്ങനെയാണ് കറി വയ്ക്കുക. പണ്ട് അമ്മമാരൊക്കെ അങ്ങനെയാണ്. കലങ്ങിപ്പോവും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. പിന്നെ ഒരുപാട് ഇതാകുമ്പോഴേക്കും ആ ഉള്ളിയും പച്ചമുളകൊക്കെ വേകുമ്പോഴേക്കും മീൻ വന്ന് ഉടഞ്ഞു പോകില്ലേ. അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയാണ് കറി വയ്ക്കുക. അപ്പോൾ ഇപ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എല്ലാവരും വയ്ക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഞാനും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ വെച്ച് ശീലമുള്ളത് കൊണ്ട് പിന്നെ അതേ ശീലം തന്നെ ആയിട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വേഗം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഒറ്റ തിളാട്ടാ. കൂടുതൽ തിളയ്ക്കാൻ വെച്ചാൽ മീൻ അങ്ങനെ ഉടഞ്ഞു പോകും. നല്ല പോത്തുണ്ടി ഡാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അടിപൊളി മീൻ കിട്ടിയിരുന്നു. 4.5 കിലോൻ്റെ ഒരെണ്ണം, 2 3 കിലോനും. അപ്പോൾ കുറച്ച് കുറച്ച് ചില്ലി ഉണ്ടാക്കി. ചില്ലീൻ്റെ വീഡിയോ ഞാൻ ഇടാം. കുറച്ച് ചില്ലി ഉണ്ടാക്കി, കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചു. എല്ലാം കുറച്ചൊക്കെ അങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ ആൾക്കാർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. കറിവേപ്പില മണത്തിനിട്ടാണേ.